God. Hallelujah. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാത്രിയിൽ തുടർന്നുള്ള ചില ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ദൈവ സന്നിധി നമ്മൾ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥേര, സെർദിസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഏഷ്യ മൈനറിലെ 7 സഭകൾ. 1-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ 7 സഭകളുടെ ദൂതുകളാണ് 2-3 അധ്യായത്തിലെ പ്രധാന വിഷയവും. ഇവിടെ പറയുന്ന 7 സഭകള് റോമ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാന പ്രൊഫീസറായ ഏഷ്യ മൈനറിലെ 7 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന 7 സഭകളാണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ വിചാരണയിൽപ്പെട്ടവയായിരുന്നു ഈ 7 സഭകള്. ഒന്ന് വായിച്ചാൽ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥേര, സെർദിസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കുള്ള ദൂതുകൾക്ക് അവയ്ക്ക് വേണ്ടി മാത്രമല്ല, സഭായുഗം കഴിയുന്നതിന് മുന്നായിട്ട് ഈ ഭൂമിയിലുള്ള സകല സഭകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന ദൂതാണ് നമ്മൾ വായിക്കുന്നത്. എഫോസോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയവ്, അയവുള്ള സഭയാണ് എഫോസോസ്. എഫോസോസിന്റെ അർത്ഥം അയവ്. ബൈബിൾ ക്ലാസ് ആണല്ലോ. AD 70 മുതൽ AD 170 വരെയുള്ള അപ്പോസ്തോലിക കാലത്താണ് എഫോസോസിലെ സഭയുടെ കാലയളവ്. സ്മർണ, അടുത്ത സ്മർണ അല്ലെ? സ്മർണ എന്ന് പറഞ്ഞാല് കയ്പ്, അതിന്റെ അർത്ഥം കയ്പ് എന്നാണ്. അതിന്റെ മറ്റൊരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പീഡിത സഭ, പീഡിപ്പിക്കപ്പെട്ട സഭയാണ് സ്മർണ സഭ. AD 170 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സഭയാണ് സ്മർണ സഭ. 3-ാമത് സഭയാണ് പെർഗമോസ്. പെർഗമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉയർച്ച അല്ലെങ്കിൽ ഗോപുരം എന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെ ലോകത്തിന്റെ മയം അല്ലെങ്കിൽ ലോകമായുധം ഉള്ള ഒരു സഭയായിരുന്നു. AD 312 മുതൽ 606 വരെയുള്ള കാലഘട്ടത്തിലുള്ള സഭയായിരുന്നത്. അടുത്ത സഭയുടെ പേരാണ്, 4-ാമത്തെ സഭയാണ് തുയഥേര സഭ. ബലി കർമ്മ സക്ത എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നിത്യം ബലി കഴിക്കുന്നവർ എന്നാണ് ആ സഭയുടെ അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. അത് AD 606 മുതൽ 1500, അതായത് 1520 വരെയുള്ള അന്ധകാര യുഗം എന്നാണ് വേദപണ്ഡിതന്മാര് ആ കാലഘട്ടത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സഭയുടെ പേരാണ് സർദീസ്. സർദീസിന്റെ അർത്ഥം നവീകരണം. മാർട്ടിൻ ലൂഥറാണ് ആ സമയത്ത് നവീകരണത്തിന്റെ കർത്താവായിട്ട് എഴുന്നേൽക്കുവാനിടയായത്. AD 1520 മുതൽ AD 1750 വരെയുള്ള കാലഘട്ടങ്ങളാണ് സർദീസ് സഭ ആടെ കാലഘട്ടം. അടുത്ത സഭയുടെ പേരാണ് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്താണ്? എല്ലാവർക്കും അറിയാം. അതിന്റെ സഹോദര സ്നേഹം. AD 1750 മുതൽ AD 1906 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം. അടുത്ത സഭയുടെ പേരാണ് ലവോദിക്യ. ലവോദിക്യ സഭയുടെ അർത്ഥം എന്താണെന്നറിയാമോ? മാനുഷ്യനായ അല്ലെങ്കിൽ മന്ദോക്ഷണം എന്നൊക്കെ പറയും. 1906 മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടമാണ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്.
7 സഭകള് സ്വതന്ത്ര സഭകളായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. വാക്യം 1-ാം അധ്യായത്തിന്റെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന്റെ ഒന്ന് വായിച്ചു വിട്ടാൽ. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പൊ അനശ്വരനും അനാദിയുമായ ദൈവത്തിന്റെ ത്രിസ്വരൂപത്തിൽ രണ്ടാമൻ, കാലത്തിന്റെ കാരണഭൂതനും ലോകത്തിന്റെ വിധികർത്താവുമാണ് ക്രിസ്തു. പ്രൈസ് ഗോഡ്. ക്രിസ്തു എന്നാൽ 3 അക്ഷരം. ക്രിസ്തു 3 അക്ഷരമാണ്. അടയിരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഭാതം അല്ലെങ്കിൽ അതിന്റെ പ്രഭാവം തന്നെ വലിയൊരു അനന്തമാണ്. ആ 3 അക്ഷരത്തിന്റെ അകത്ത് ഭയങ്കര ശക്തിയാണ് ക്രിസ്തു. പ്രൈസ് ഗോഡ്. ലോകത്തെ BC എന്നും AD എന്നും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്ന ഒരു അതുല്യ പ്രതിഭാസമാണ് യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്. BC എന്നും AD എന്നും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ് യേശു ക്രിസ്തു. മനുഷ്യന്റെ സ്വന്തം പരിശ്രമത്താൽ തന്റെ അനേകകരമായ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി അക്ഷരീയ പരിശ്രമം ചെയ്ത് പാരിജാതനായി തീർന്നപ്പോൾ കേവലം ഒരു പിടി ചാരം മാത്രമായി മനുഷ്യൻ. നമുക്കറിയാം, നമ്മളെല്ലാവരും ചാരമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറും ചാരമാണ്. ഇന്ന് രാത്രിയിൽ അത് ഓർത്താൽ കൊള്ളാം. പ്രൈസ് ഗോഡ്. നമ്മൾ ആരും ഒന്നുമല്ല, വെറും ചാരം മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബദ്ധശത്രുത്വം മാറ്റുവാൻ വേണ്ടി, ആ ശത്രുത്വം നീക്കുവാൻ വേണ്ടി, മനുഷ്യവർഗത്തോട് ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടവനായും അല്ലെ വീണ്ടെടുക്കപ്പെട്ടവനായ വിമോചകനായ യേശു ക്രിസ്തു ആണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ കേന്ദ്രബിന്ദു. അപ്പൊ അവിടുന്ന് വഴിയും സത്യവും ജീവനുമായി വെളിപ്പെട്ടു. ചരിത്രമധ്യത്തെ വെളിപ്പെടുവാനിടയായി അവനാണ് വഴിയും സത്യവും ജീവനുമായിട്ട് ചരിത്രമധ്യയെ വെളിപ്പെടുവാനിടയായി. അവന്റെ പേരാണ് യേശു ക്രിസ്തു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി, തന്റെ മഹാദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി മഹിമയുടെ വലതുഭാഗത്ത് അവൻ ആയിരുന്ന സ്ഥാനത്തു നിന്ന് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ മനസ്സരിവുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് സദാ ജീവിക്കുന്നവനായി യേശു ക്രിസ്തു നിലകൊണ്ടു. ലോകത്തിന്റെ ഏവവിധ പ്രശ്നങ്ങൾക്കും ക്രിസ്തു സമ്പൂർണ്ണ പരിഹാരമാണ്. അപ്പൊ ലോകത്തിന്റെ ഉത്തരം കിട്ടാത്ത പല 100 പ്രശ്നങ്ങൾക്കും ഏക ഉത്തരവും പ്രത്യാശയുള്ളവരാണ് ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞാല് തിരുകരം കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം, ആ വെളിപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ തിരുകരം കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിളിന്റെ അകത്ത് തന്നെ പറ്റി സ്വന്തം ഒരു പുകഴ്ചയും എഴുതാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്നെ കുറിച്ച് ഒരു പുകഴ്ചയും തന്റെ വചനത്തിന്റെ അകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ അനേകരെന്താണ് പുകഴ്ത്തി പ്രാർത്ഥിച്ചില്ല, പുകഴ്ത്തി പാടുന്നത് ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ അന്തമില്ലാത്ത ഒരാളാണ് യേശു ക്രിസ്തു എന്ന അതുല്യ നാമം ജനകോടികളും എന്നും ആ ആവേശത്തിന്റെ പ്രതീകമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകോടികളുടെ ആവേശമാണ്. പ്രൈസ് ഗോഡ്.
ആ 3 വാക്ക് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താണ്? ജനകോടികളുടെ ആവേശമാണ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ കാലനിശ്ചിതിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്ന ക്രിസ്തു ചരിത്രമധ്യേ പ്രത്യക്ഷനാകുന്നത് തന്റെ ജഡ അവതാരം മൂലമാണ്. ഈ പ്രപഞ്ചവും മണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ അവിടുന്ന് അനാദ്യമായും എന്താണ്? ശാശ്വതമായ ദൈവമാകും. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിന്റെ നിഴലായി നിൽക്കുന്ന ക്രിസ്തു പുതിയ നിയമത്തിൽ പൊരുളായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ ക്രിസ്തുവായിട്ട് വെളിപ്പെടുവാനിടയായി. അപ്പൊ പൂർണ്ണനായ ദൈവം പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു എന്താണ്? തന്റെ വിശുദ്ധന്മാരെ ചോർക്കുവാൻ വേണ്ടി ആഗമിക്കുകയാണ്. പ്രിയരെ, നിങ്ങൾ എടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? നിലയങ്കി ധരിച്ച ക്രിസ്തു. ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യം, 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച ദൈവം. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് സാധാരണ ക്ലാസ് എടുക്കുന്ന ഓരോ വാക്കുകൾ ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിലയങ്കി, രാജാക്കന്മാരും രാജകുമാരന്മാരും പ്രവാചകന്മാരും ധരിച്ചിരിക്കുന്ന അങ്കിയാണ് നിലയങ്കി. അഹരോന്യ പൗരോഹിത്യ പ്രകാരം തലമുറയായിട്ട് സ്വീകരിച്ചു വന്നിരുന്ന വസ്ത്രത്തിന്റെ എന്താണ്? വെള്ള നിലയങ്കി എന്ന് പറയുവാൻ സാധിക്കും. ക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമാണെന്ന് എന്താണ്? നിലയങ്കിയെ പറ്റി പ്രതിനിധീകരിക്കുക. ക്രിസ്തു രാജാവാണ്, ക്രിസ്തു ഒരു പുരോഹിതനാണ്, ക്രിസ്തു ഒരു പ്രവാചകനാണ്. ഇതിനെ കാണിപ്പിക്കുന്ന സൂചകമാണ് നിലയങ്കി. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിലയങ്കിയിട്ട് കർത്താവ് വരുവാൻ കാരണം. അതോടൊപ്പം ജയത്തെ കാണിക്കുന്നതുമാണ് നിലയങ്കി. എന്താണ് നിലയങ്കിയുടെ അർത്ഥങ്ങള്? അത് ജയത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു തന്റെ ഐഹിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്താണ് ധരിച്ചിരുന്ന വസ്ത്രം? നിലയങ്കിയായിരുന്നു. യഹൂദ പാരമ്പര്യ പ്രകാരം നമുക്ക് അറിയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. സ്വതം. ഹല്ലേലൂയ. നമുക്ക് വചനത്തിനകത്ത് വായിക്കാൻ പറ്റും. എന്താണ്? എന്റെ അങ്കിക്കായവർ ചീട്ടിടുന്നു എന്ന പ്രസ്താവന ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതായത് സങ്കീർത്തനം 28:18 എഴുതിയിട്ടുണ്ട്. അതുപോലെ 1 ശമൂവേൽ 15:27 എഴുതിയിട്ടുണ്ട്. അതുപോലെ പുറപ്പാട് പുസ്തകം 28:4 എഴുതിയിട്ടുണ്ട്. അതുപോലെ പുറപ്പാട് പുസ്തകം 32:39 എഴുതിയിട്ടുണ്ട്. നിലയങ്കിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിലയങ്കി രാത്രിയിൽ ചിന്തിക്കണം. നിലയങ്കി എന്താണ്? അത് പുരോഹിതൻ എന്ന് വിളിച്ചു പറയുന്നു, അത് രാജാവ് എന്ന് വിളിച്ചു പറയുന്നു. അതെന്താണ്? ഹല്ലേലൂയ. അത് ഒരു പ്രവാചകനായിട്ട് കാണിക്കുന്നു, അതൊരു പുരോഹിതനായിട്ട് കാണിക്കുന്നു. അത് യഹൂദൻ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രധാരണയാണ് നിലയങ്കി. ഏകദേശം ഇസ്രായേലിയ മഹാപുരോഹിതന്മാര് ഔദ്യോഗികമായി ഓമീറും തുമ്മീറും ധരിക്കുന്നു. ക്രിസ്തു സാക്ഷാൽ വെളിപ്പെട്ടു വരുമെന്ന് എന്താണ്? സത്യവുമാകിയ നിലയങ്കി വിശുദ്ധന്മാരുടെ പൂർണ്ണതയെ കുറിച്ച് കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം ഓരോരുത്തരും പുരോഹിതന്മാരും രാജാക്കന്മാരുമാണ്. വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ഓരോരുത്തർക്കും അത്യന്തപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാകുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധിയുടെ ആഴങ്ങൾ കടക്കണമെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് ആവശ്യമായിരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിലയങ്കിയെ കുറിച്ച് പറഞ്ഞു. നിലയങ്കി നമുക്ക് ഏകദേശം മനസ്സിലായ 2 അവിടെ സൂചിപ്പിക്കുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. അത് വായിച്ചാലും മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനും അല്ലെ അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമാപന നാളുകളിൽ പെസഹ ആചരിക്കുന്നതോടുള്ള ബന്ധത്തിൽ താൻ അരയില് തോർത്ത് ഉടുത്ത് കെട്ടി തന്റെ ദാസനായി തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായി യോഹന്നാൻ 13-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. 13:5 രേഖപ്പെടുത്തി. എന്നാൽ ഇവിടെ ഇതാ മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി ക്രിസ്തുവിനെയാണ് കാണുന്നത്. എന്താണ് അതിന്റെ അർത്ഥം?
അതായത് രാജാതിരാജാവായി കിരീടം ചൂടിയ നിലയിൽ തന്നെ കാണുന്നത് വെളിപ്പാട് 19-ാം അധ്യായത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ഇന്നവൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ ആയിരിക്കാൻ രാജമുടി കൂടാതെ പൗരോഹിത്യ വസ്ത്രധാരണയിൽ വെളിപ്പെട്ടിരിക്കുന്നത് നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കെട്ടുമെന്ന യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തെ വായിക്കുന്നു. 11-5 വായിച്ചാൽ വെളിപ്പാട് പുസ്തകം 11-5. സോറി, യെശയ്യാപ്രവചനം 11-5. ഐസയ്യ 11-5. അവിടെ എഴുതിയിരിക്കും നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരകച്ചയുമാണ്. വായിച്ചു അടിച്ചോണ്ട് പോകും. അപ്പൊ ന്യായവിധിയുടെ 7 കലശങ്ങളുമായി മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് വരുന്ന ദൂതന്മാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കാൻ പറ്റും. 15-ാം അധ്യായം 5-6 വാക്യം. വെളിപ്പാട് പുസ്തകം 15-ന്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ദൂതന്മാരെ കുറിച്ച് കാണിക്കുന്നു. ഇതിൽ നിന്ന് മാറത്ത് പൊൻകച്ച കെട്ടുക എന്നത് ന്യായവിധിക്കുള്ള അധികാരത്തിന്റെ സൂചനയാണ് കരുതുന്നത്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന് 5-6 വാക്യങ്ങൾ. ഇതിനുശേഷം സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള. അപ്പോൾ യേശുക്രിസ്തു എന്താണ്? രക്ഷിതാവ് മാത്രമല്ല, യേശുക്രിസ്തു പാപപരിഹാരം മാത്രമല്ല, യേശുക്രിസ്തു എന്താണ്? ന്യായാധികാരിയോടെയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവൻ ന്യായം നടത്തുകയും ചെയ്യും, വിധിക്കുകയും ചെയ്യും. കർത്താവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ മാറത്ത പൊൻകച്ച കെട്ടിയിരിക്കുന്ന എന്താണ്? യേശുക്രിസ്തുവിന്റെ അധികാരത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു എന്താണ്? തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനിടയായി തന്റെ അരയിലിരുന്ന തോർത്തെടുത്ത് എന്താണ് അത് എടുത്ത് കാല് തുടയ്ക്കുവാനിടയായി. അത് താഴ്മയെ കാണിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ വെളിപ്പാട് പുസ്തകത്തില് അരയിലല്ല, എന്താണ് അത്? മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. അപ്പോൾ അധികാരത്തെ കാണിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു താഴ്മ മാത്രമല്ല, പാപപരിഹാരം മാത്രമല്ല, അവൻ അധികാരമുള്ളവനാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലൂടെ ആമേ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മനുഷ്യനോട് സദൃശ്യൻ, മനുഷ്യപുത്രന്റെ മഹൽ ദർശനവും മഹാശബ്ദവും കാണുകയും കേൾക്കുകയും ചെയ്ത മാത്രയിൽ എസെക്കിയേലും ദാനിയേലും അതുപോലെ ഇവിടെ യോഹന്നാൻ ഒരുപോലെ നിലത്തു വീണു. മനുഷ്യപുത്രൻ 3 പേരെയും കൈവച്ച് അനുഗ്രഹിക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുമാറാക്കി. യെശയ്യാപ്രവചനം എസെക്കിയേല് 1-ാം അധ്യായത്തിൽ 22-ാം വാക്യം. വേദി വായിച്ചോണേ. അതുപോലെ ഒരാള് ദാനിയേൽ 10:9-10, ഒരാള് വെളിപ്പാട് 1:17-18, എസെക്കിയേല് 1:28. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വെള്ളിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ എന്താണ്? പ്രത്യക്ഷതയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു. മഹത്വം കണ്ടപ്പോൾ, പ്രത്യക്ഷത കണ്ടപ്പോൾ എന്താണ്? ഞാൻ കമന്ന് മുഴുവനിടയായി. പ്രൈസ് ഗോഡ്. ഇനി 2-ാം അധ്യായം 1-ാം വാക്യം. എസെക്കിയേൽ 2:1. അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. വെളിപ്പാട് പുസ്തകം ദാനിയേൽ പുസ്തകം 10:9-10. ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടോ. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീഴുവാനിടയായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രന്റെ മഹാദർശനവും മഹാശബ്ദവും കാണുകയും കേൾക്കുകയും ചെയ്ത മാത്രയിൽ തന്നെ എന്താണ് നമുക്കവിടെ വായിക്കുന്നത്? ദാനിയേല്, എസെക്കിയേല്, അതുപോലെ സുത്രന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ഇവരൊക്കെ ബോധം കെട്ട് താഴെ വീഴുവാനിടയാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ മനുഷ്യപുത്രനുള്ള സദൃശനായവൻ നമ്മുടെ ഇരിക്കെ വരുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ അപ്പൊ ഇസ്രയേലിയ മഹാപുരോഹിതന്
സദൃശ്യമായ വേഷത്തിലും പ്രവാചകന്മാർ ദർശിച്ച മനുഷ്യപുത്രന് സമമായ ഭാവത്തിലുമായി എന്താണ് പത്മോസിൽ തന്റെ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാന് മനുഷ്യപുത്രനായ ക്രിസ്തു പ്രത്യക്ഷനാകുവാനിടയായി. പ്രൈസ് ഗോഡ്. BC 666 ദാനിയേൽ കണ്ട ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ ദർശിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ദാനിയേൽ 7-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണും എന്താണ്, അവന്റെ വസ്ത്രം എങ്ങനെയിരുന്നു? ഹിമം പോലെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമ പോലെ വെള്ളയും. അവന്റെ തലമുറ യേശു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, അവൻ മനുഷ്യനാകിയാൽ, നമ്മുടെ വെളിപ്പാട് പുസ്തകം നമ്മൾ സ്റ്റഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, മനുഷ്യപുത്രനാകിയാൽ ഒന്ന് സ്ത്രീയുടെ സന്തതിയായി പിറക്കുവാനിടയായി. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട് സ്ത്രീയുടെ സന്തതിയായിട്ട് പിറക്കുവാനിടയായി. കാരണം എന്താണ്? യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാകിയാൽ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവില് ഉരുവാകുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഇനി യേശുക്രിസ്തു മനുഷ്യനായിരുന്നാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിലെ യേശുക്രിസ്തുവിനെ കടത്തുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തെ നമുക്ക് കാണാം. എന്നാൽ യേശുക്രിസ്തു ദൈവമായിരുന്നതിനാൽ എന്ത് ചെയ്തു? ദൂതന്മാർ സ്വാഗതം ചെയ്തു. അവർ സ്വാഗതം ചെയ്ത ഗാനം പാടുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി യേശുക്രിസ്തു മനുഷ്യനായതിനാൽ എന്ത് സംഭവിച്ചു? സ്നാനപ്പെടുവാനിടയായി. പക്ഷേ യേശുക്രിസ്തു ദൈവം ആയതിനാൽ എന്താണ്? പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്? പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തു മനുഷ്യനായതിനാൽ എന്ത് സംഭവിച്ചു? അദ്ദേഹം എന്താണ്? കടലിലൂടെ സഞ്ചരിക്കുവാനിടയായി. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനല്ല, അവൻ ദൈവമെന്ന് എന്താണ് പ്രസ്താവിക്കുവാൻ കാണിക്കാൻ എന്ത് സംഭവിച്ചു? കടലിലൂടെ നടക്കുവാനിടയായി. കടലിന്റെ മീതയിലൂടെ നടക്കുവാനിടയായി. സ്തോത്രം. മത്തായി സുവിശേഷം 16-25 വാക്യം. ഇനി യേശുക്രിസ്തു മനുഷ്യനായതിനാൽ എന്ത് സംഭവിച്ചു? മത്തായി സുവിശേഷം 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന് വിശക്കുവാനിടയായി. പക്ഷേ മത്തായി സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 21-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, യേശുക്രിസ്തു ദൈവമായതിനാൽ എന്ത് സംഭവിച്ചു? 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇനി യേശുക്രിസ്തു ദാഹിച്ചു. യോഹന്നാൻ 4:7. പക്ഷേ ദൈവമായതിനാൽ എന്ത് സംഭവിച്ചു? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാനിടയായി. യോഹന്നാൻ 2:6 മുതൽ 9 വാക്യം കാണാം. ഇനി യേശുക്രിസ്തു മനുഷ്യനായതിനാൽ എന്ത് സംഭവിച്ചു? അവൻ ലാസറിന്റെ കല്ലറയ്ക്ക് പോയി കരയുവാനിടയായി. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 33 മുതൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ 4-ാം നാള് ദൈവമായതിൽ എന്ത് സംഭവിച്ചു? 4-ാം നാള് ലാസറിനെ കല്ലറയ്ക്കെത്തുന്ന വിളിച്ച് ഉയർപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇനി മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ കാണുന്നു, അവൻ മനുഷ്യനായതിനാൽ നിലവിളിക്കുവാനിടയായി. എന്നാൽ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ വായിക്കുന്നതാണ്, ദേശത്തെല്ലാം ഇരുട്ടുണ്ടാകുവാനിടയായി. കാരണം എന്താണ്? അവൻ ദൈവമായതിനാൽ. ഹല്ലേലൂയ. ഇനി ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ വായിക്കുന്നു, ഉറക്കെ നിലവിളിക്കുവാനിടയായി, എന്നിട്ട് പ്രാണനെ വിട്ടു. പക്ഷേ ഹല്ലേലൂയ, അവൻ മനുഷ്യനല്ല, ദൈവമായതിനാൽ എന്ത് സംഭവിച്ചു? മന്ദിരത്തിന്റെ തിരശീല മേല് തൊട്ട് അടിയോളം 2-ആയി ചീന്തി പോകുവാനിടയായി. അവിടെ വേറെ സംഭവിച്ചു, ഭൂമി വിളുങ്ങുവാനിടയായി, പാറകൾ പിളരുവാനിടയായി. ഹല്ലേലൂയ. ഇനി യേശുക്രിസ്തു മനുഷ്യനായതിനാൽ എന്ത് സംഭവിച്ചു?
മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 60-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? അവനെ അടക്കം ചെയ്യുവാനിടയായി. പക്ഷേ അവൻ എന്താണ്? ദൈവമായതിനാൽ എന്ത് സംഭവിച്ചു? 3-ാം നാള് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവൻ പൂർണ്ണനായ മനുഷ്യനുമായിരുന്നു, പൂർണ്ണനായ ദൈവമായിരുന്നു. സ്തോത്രം. ആമേശ്വരതാണ് മാനുഷിക അല്ലെങ്കിൽ മാനവരാശിയുടെ വിടുതലായി ഒരു മനുഷ്യനായി ഭൂമി ജീവിക്കുന്നതിനിടയായി. അതേ സ്ഥാനത്ത് തന്നെ എന്താണ്? പൂർണ്ണ ദൈവമായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ യഹോവയായ ദൈവം ഭൂമിയിൽ എന്താണ്? ഇറങ്ങി വന്ന് മനുഷ്യനുമായിട്ട് ഒന്നിച്ച് വാസം ചെയ്ത്, മനുഷ്യനുമായിട്ട് ഒന്നിച്ച് തിന്ന് കുടിച്ച്, മനുഷ്യനുമായിട്ട് ഒന്നിച്ച് കരഞ്ഞ്, അവന്റെ സ്വഭാവം മനസ്സിലാക്കി, അവന്റെ ഭാരം മനസ്സിലാക്കി, മനുഷ്യന്റെ കൂടെ തന്നെ നടന്ന് അവസാനം എന്താണ്? ദൈവമായിട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അവിടുന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യ ജീവിതത്തിലായിരിക്കുന്നതോടെ എന്തെല്ലാം കഷ്ടതയും, എന്തെല്ലാം പ്രയാസങ്ങളും, എന്തെല്ലാം നിന്ദയും, എന്തെല്ലാം പട്ടിണിയും, എന്തെല്ലാം പരിഭവവും, എന്തെല്ലാം ഉണ്ടെങ്കിലും എന്താണ്? അത് യേശുക്രിസ്തുവിന് അറിയാം. ഹല്ലേലൂയ. കാരണം എന്താണ്? യേശുക്രിസ്തു അതിലൂടെ കടന്നു പോയതുകൊണ്ട് യേശുക്രിസ്തുവിന് അറിയാം. പ്രൈസ് ഗോഡ്. പട്ടിണിയുള്ളവർ മാത്രമേ യേശുക്രിസ്തു പട്ടിണിക്കാരനെ പറ്റി പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. തലവേദന ഉള്ളവർ മാത്രമേ തലവേദന എന്താന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ആമേശ്വരത്തിന് ദാരിദ്ര്യം അനുഭവിച്ചതിന് മാത്രമേ ഉള്ള ദാരിദ്ര്യം എന്താണെന്ന് അവന് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ എങ്ങനെയാണെങ്കിൽ എല്ലാ അവസ്ഥയിലൂടെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ജീവിക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. അവന് വിശന്നു, അവന് കരഞ്ഞു, അവന് കിടക്കുവാൻ സ്ഥലമില്ലായിരുന്നു, പറക്കുവാൻ സ്ഥലമില്ലായിരുന്നു, ഉടുക്കുവാൻ ഉടുപ്പില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെ എന്താണ്? അവൻ എന്താണ്? ദാഹിച്ചു, അവൻ വലഞ്ഞു, അവൻ പീഡനമേൽച്ചു. ഇതെല്ലാം യേശുക്രിസ്തു എന്താണ്? ഈ ഭൂമിയിൽ അനുഭവിച്ചതുകൊണ്ട് എന്താണ്? ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഇനിയിപ്പം അപ്പൊ വായിച്ചല്ലോ, വിജയ സാധ്യതയ്ക്കായിട്ട് മുൻപോട്ട് തരണം ചെയ്യുവാനുള്ള ഉന്നത അധികാര ശബ്ദമാണ് കാഹളധ്വനി. നമ്മുടെ വാക്യം വായിച്ചായിരുന്നു. കാഹളധ്വനി വായിച്ചിട്ടായിരുന്നു. ഒന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അതിന്റെ മുന്നത്തെ വാക്യം നമ്മൾ വായിച്ചത് നിലയെങ്കി അല്ലേ? സഭകളെ പറ്റി പറയാൻ വേണ്ടി ചേർന്ന് വായിക്കുന്നതാണ്. വായിച്ചു. 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം. കാഹളത്തിനൊത്ത ഒരു മഹാനാദം. ഞാൻ പറഞ്ഞ നമ്മൾ ഓരോ പോയിന്റ് തൊട്ടുകൊണ്ടാ പോകുന്നത്. വാക്യം 1-11 നമ്മൾ വായിക്കുന്നത്. ബൈബിൾ ക്ലാസിന്റെ റെവലേഷന്റെ ചാപ്റ്റർ 1 11-ാമത്തെ വാക്യം വരെ നമ്മളായുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ വിജയ സാധ്യതയ്ക്കായിട്ട് മുൻപോട്ട് തരണം ചെയ്യുവാനുള്ള ഉന്നത അധികാരമായിട്ടാണ് കാഹളധ്വനിയെ പറ്റി നമുക്ക് ബൈബിളിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നത്. ശത്രു സൈന്യത്തെ എതിർക്കുവാൻ ശക്തിയേറിയ ആഹ്വാനമാണ് കാഹളധ്വനി. അല്ലെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രു സൈന്യത്തെ എന്താണ്? എതിർക്കുവാനുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ സാക്ഷാൽ സുവിശേഷ ഘോഷണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? കാഹളം പോലെയാണ്. സാക്ഷാല് സുവിശേഷ ഘോഷണം എന്ന് പറഞ്ഞാല് എന്താണ്? അത് കാഹളം പോലെയാണ്. ശബ്ദമുയർത്തി ജനത്തിന് ബോധ്യം വരുത്തണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. കേട്ടിട്ടില്ലേ? കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ഇല്ലേ? എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാവങ്ങളെ അറിയിക്കുക. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. ഇന്ന് അനേർക്ക് പേടിയ ശബ്ദം ഉയർത്താൻ. അതുപോലെ ശബ്ദം കേട്ടോ പേടിയാ. നിങ്ങൾക്ക് പരിജ്ഞാനമില്ലാത്തൊരു ശബ്ദം കേട്ട് അവനങ്ങ് പറയ്ക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം വായിക്കുന്ന കാഹളം പോലെ തന്നെ ശബ്ദം ഉയർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉറക്കം നിലവിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ കുറിച്ച് വിളിച്ചു പറയുക, പാവങ്ങളെയും അറിയിക്കുക. പ്രൈസ് ഗോഡ്. അതാണ് ഈ കവലകളിൽ നിന്നും അല്ലെങ്കിൽ മൈക്കിലൂടെ എല്ലാം സ്വതന്ത്ര പെന്തിക്കോസ്ത് എന്താണ് ഉപദേശിമാരെ അറിയാൻ കാരണം എന്താണ്?
നമ്മൾ പറയത്തില്ലേ അവർക്ക് ശബ്ദം എന്താ അവർക്ക് പയ്യെ പറഞ്ഞുകൂടെ? ഇല്ല, കാഹളം പോലെ ഒരു ശബ്ദം ഉയർത്താൻ ദൈവത്തിന് അവരെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ആർച്ച ദൈവത്തെ ആരാധിക്കുന്നത്? കാഹളം പോലെ ദൈവത്തിന്റെ ശബ്ദം ഉയർത്തണം. ഇന്ന് എല്ലാരും പഠിപ്പിച്ച് എല്ലാരും പറയുന്നത് എന്താണ്? ശബ്ദം വെക്കാൻ പാടില്ല, വായു പൊത്തിക്കണം, അന്യഭാഷ വെളി വരാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഉപദേശത്തിന്റെ മറ്റൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞ കാഹളം പോലെ ശബ്ദം ഉയർത്തിയില്ല. 5000 പേരെന്ന് ആലോചിച്ച് അന്ന് മൈക്കുണ്ടോ? 5000 പേരെ കേൾപ്പിക്കണമെങ്കിൽ മൈക്കുണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പൊ യേശുവിന്റെ ശബ്ദം എന്ന് ആലോചിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്ക് 100 പേരുടെ മുന്നിൽ നമ്മൾ കിടന്ന് അലറി കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട പൊട്ടി പരിപാടിയാവും. അങ്ങനെയാണെങ്കിൽ 5000 പേരുടെ മുന്നിൽ കർത്താവിന്റെ അരികളുടെ പുരുഷന്മാരില്ല, പുരുഷാരം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുരുഷാരത്തിന് തിരക്ക് കാണുമ്പോൾ എവിടില്ല, കർത്താവ് ആദ്യം ചിലപ്പോൾ പടുതലോട് ചാടിക്കോ, അല്ലെങ്കിൽ പടുത്ത കരയ്ക്കൊന്ന് മാറി നിൽക്കും. കാരണം എല്ലാവരും കാണാൻ സ്റ്റേജ് പോലെ എല്ലാവരും കാണാൻ വേണ്ടി. എന്നിട്ട് ഒച്ച നമ്മൾ സംസാരിക്കും. എന്നാലും അപ്പം കടൽ ഒരു സൈഡിൽ ഇരച്ച് വരികയാണ്, കാറ്റടിക്കുന്നുണ്ട്, ഈ പുരുഷാരം മുഴുവൻ സംസാരിക്കുന്ന ശബ്ദം കൊണ്ട് അതിന്റെ ഇടയ്ക്കാണ് കർത്താവ് ഒച്ച വെക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ശബ്ദം ഒന്ന് ആലോചിച്ച് വയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ എത്രമാത്രം കാഹള ശബ്ദത്തോടുകൂടിയാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ സുവിശേഷ ഘോഷണം എന്താണ്? കാഹളം പോലെ ശബ്ദം ഉയർത്തിയാണെന്നാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തെ എതിരേക്കുവാൻ വേണ്ടി ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിച്ചുവിട്ട് ഒന്ന് വരും. അപ്പൊ ചിലർ ചോദിക്കും വെളുപ്പ് അത് പഴയ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, പഴയ നിയമത്തിലാണ് കാഹളം പോലെ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 8-ാം വാക്യം. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും. പടയ്ക്ക് ഒരുങ്ങുവാൻ വേണ്ടിയാണ് കാഹളം മുഴക്കുന്നത്. ഊതത്തില്ലേ അതുപോലെ ഊത എങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സാധനമാണ് യഹൂദന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ആ സാധനം എന്തിനാ അങ്ങനെ ഊതണം? പണ്ടത്തെ രാജാക്കന്മാരാണെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ കേൾക്കാൻ പറ്റും. And if the bugle gives an indistinct sound, who will get ready for battle? ഇനി ഇതുണ്ടോ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി മഹാംഗം ഭീകരമായ കാഹളം മുഴക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. ജനമൊക്കെയും നടുങ്ങി. കേട്ടോ, ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി അന്ന് കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി. ഇന്ന് സ്വന്തം അതാണ് വിശുദ്ധന്മാരെ എതിരേൽക്കാൻ വേണ്ടി കർത്താവ് കാഹളം മുഴക്കുന്ന ഒരു സമയമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്ന് ദൈവത്തെ എതിരേൽക്കാൻ വേണ്ടി അവർ കാഹളം മുഴക്കിയപ്പോൾ അതിന് പകരമായിട്ട് എന്താണ്? തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി യേശു മധ്യാകാശത്ത് വന്ന് തന്റെ പ്രധാന ദൂതൻ കാഹളം മുഴക്കാൻ പോവുകയാണ്. ആ ഒറ്റ കാഹളം മുഴക്കുമ്പോൾ സ്വന്തം ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരത് കേൾക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ശക്തിയാണ് ആ കാഹളത്തിനുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നിങ്ങൾ സന്തോഷിക്കുമ്പോഴും നിങ്ങൾ ഉത്സവങ്ങളിലും നിങ്ങൾ മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളിലും സമാധാന യാഗങ്ങളിലും കഴിക്കുമ്പോൾ കാഹളം ഊതണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. 10-ന്റെ 10. അപ്പൊ പഴയ വായിച്ചു നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാണ്. 10-ന്റെ 12 വായിച്ചു നോക്കിയ പഴയ നിയമത്തിൽ സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും കാഹളം ഉപയോഗിച്ചിരുന്നു. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക അല്ലെ? അടിപ്പ് പണിയായി അവ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാൻ വേണ്ടി ഉണ്ടാകണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 1-2 വാക്യങ്ങൾ.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പു പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഊതേണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. ഈ കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീര ധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. 2ാം പ്രാവശ്യം ഗംഭീര ധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. ഗംഭീര ധ്വനി ഊതുമ്പോൾ യഹൂദ തുടങ്ങി കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടുവാൻ തുടങ്ങും എന്ന ദൈവത്തിന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അഹരോന്റെ പുത്രന്മാരാണ് കാഹളം ഊതുന്നവർ. അഹരോന്റെ പുത്രന്മാരാണ് കാഹളം ഊതുന്നത്. ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനി കാഹളം ഊതിയിരുന്നു. സംഖ്യാപുസ്തകം 10:2-5 അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു. അപ്പം ശത്രുവിനെതിരെ എന്താണ് എതിരെ നിൽക്കുമ്പോൾ കാഹളം ഊതിയിരുന്നു. അപ്പൊ ദൈവത്തെ ഘോഷുല്ലസിച്ചിരുന്നതായ സന്ദർഭങ്ങളിലും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും കാഹളം ഊതിയിരുന്നു. അപ്പൊ എവിടെയെല്ലാമായിരുന്നു? അത് കാഹളം പോയതിന്റെ ശബ്ദം ഉയർത്തുക, ദൈവത്തെ വരവേൽക്കുവാൻ വേണ്ടി. 2 ശത്രുവിനെ നേരിടാൻ വേണ്ടി. 3 സംഗീതം, ദൈവത്തെ ആരാധിക്കാൻ നേരം അവര് ഇടയ്ക്ക് കാഹളം ഊതുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉള്ളത് ആർപ്പോട് അവനെ ആരാധിക്കാൻ ദൈവത്തിന്റെ ഉള്ളത്. അപ്പൊ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് 7 ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ചിരുന്ന ലാവണ്യ വാക്കുകളായിരുന്നു സംസാരിച്ചിരുന്നു. നമുക്കറിയാം, സിമ്പിളായിട്ടായിരുന്നു നമ്മുടെ യേശു സംസാരിച്ചത്. സിമ്പിളായിരുന്നു, ഉദാഹരണങ്ങളെല്ലാം സിമ്പിളായിരുന്നു. പക്ഷെ യേശുവിന്റെ വാക്കുകൾക്കുള്ള പ്രത്യേകത എല്ലാം ലാവണ്യ വാക്കുകളായിരുന്നു. ലാവണ്യ വാക്കുകൾ ഇംഗ്ലീഷിലാണ് ലാവണ്യമാണ്. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഭയങ്കര നമുക്ക് സന്തോഷം വരുന്നതായിരുന്നു അല്ലെ. അപ്പൊ ഈ മൺകൂടാരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അവിടുന്ന് ദിവ്യത്വത്തിന്റെ കാഹള ശബ്ദം മുഴക്കിയിരുന്നില്ല. ഉണ്ടായിരുന്നോ? നമ്മുടെ അരികെ വന്ന് ആ ദിവ്യത്വം ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചപ്പെടുന്നത് വാക്കുകളൊന്നും യേശു പറഞ്ഞില്ല. ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഈ 10 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ വചനം വന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഹല്ലേലൂയ, ഒരു പ്രത്യാശ വർദ്ധിക്കുക. അത് യേശു പറഞ്ഞതാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ ഇരിക്കുക വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ലാവണ്യ വാക്കുകളാണ് നമ്മുടെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. തന്റെ ആ ദിവ്യത്തെ അല്ലാതെ ആ ദൈവത്വം ദൈവം വെളിപ്പെടുത്തി തന്നില്ല ആ സമയത്ത്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ ആ ദിവ്യത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ രീതിയിൽ ദൈവം സംസാരിച്ചിരുന്നെങ്കിൽ ജനം ഭയപ്പെട്ടു പോയനെ. അപ്പൊ ഇവിടെ ഇപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെതായ ശബ്ദം ഇവിടെ പുറപ്പെടുവിച്ചാൽ നമ്മളെല്ലാം വിറച്ചിയാവും. അതാണ് ഭൂമിയിൽ യേശു വന്നപ്പോൾ യേശു ലാവണ്യ വാക്കുകൾ പറയുവാൻ കാരണം അതായിരുന്നു. പക്ഷെ യേശുവിന്റെ പഴയ ശബ്ദം ഉയർത്തിയിരുന്നെങ്കിലോ, യഹോവയാ ദൈവത്തിന്റെ ശബ്ദമെങ്ങാനും ഉയർത്തി സംസാരിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യനും യേശുവിന്റെ മുന്നിൽ നിൽക്കാൻ സാധ്യമല്ലായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, യഹോവയാ ദൈവം ഇറങ്ങി വരുമ്പോൾ പർവ്വതങ്ങൾ കിടുങ്ങുവാനിടയായി, വിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ അത്രമാത്രം ശക്തിയാണ് ദൈവത്തിലുള്ള. ആ ശക്തിയെല്ലാം കളഞ്ഞിട്ട് സാധാരണ മനുഷ്യനെ പോലും ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യന്റെ ഇടയിൽ യേശു വസിക്കുവാനിടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ കൃപായുഗത്തിന്റെ അന്ത്യത്തില് മധ്യാകാശത്തില് മുഴങ്ങുവാൻ ശബ്ദത്തിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ ദുഷ്ടാത്മ സേന ഭയപ്പെടുവാനിടയാം. ഈ മധ്യാകാശത്തില് ഈ കൃപായുഗം അവസാനിക്കുമ്പോൾ യേശു വന്ന് തന്റെ ദൂതന്മാരുമായിട്ട് വന്ന് ദൂതൻ കാഹളനാദം മുഴക്കുമ്പോൾ ആര് കിടുങ്ങും? ആ സമയത്ത് വിശുദ്ധന്മാരെല്ലാം ഉയർത്തി നിൽക്കുവാനിടയാവും അല്ലെ. പക്ഷേ അന്ന് ദുഷ്ടന്മാരെല്ലാം കിടുങ്ങുവാനിടയാവും. അന്ന് അന്തരീക്ഷത്തിൽ വസിക്കുന്ന ദുഷ്ടന്മാരും കിടങ്ങും, ഭൂമിയിൽ വസിക്കുന്ന ദുഷ്ടന്മാരും അന്ന് വിറയ്ക്കുവാൻ തുടങ്ങും. ആ ശബ്ദം പുറപ്പെടുവിക്കണം. അന്നാണ് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നത്. അപ്പം ദൈവത്തിന്റെ വിശുദ്ധന്മാർ പ്രത്യാശയോടെ അവനെ എതിരേൽക്കാൻ ചെയ്യും അല്ലെ. ആ സമയത്ത് തന്റെ വിശുദ്ധന്മാര് പ്രത്യാശയോട് കൂടി എതിർക്കാൻ ചെയ്യും. അപ്പൊ നമ്മള് കാഹള ശബ്ദം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏത് സമയത്ത് മധ്യാകാശത്ത് യേശു കാഹളഭൂതം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദുഷ്ടന്റെ അന്ത്യമായ സമയം